വന്ന് അടുത്ത കോമഡി. എന്താ നമ്മൾ തോക്കാൻ കാരണം? തോക്കാൻ പല പല കാരണങ്ങളുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. വല്ലാത്ത തോൽവിയാന്നല്ലേ ഇങ്ങനെ നോക്കും നമ്മളും വിചാരിച്ചില്ല. ഇലക്ഷൻ എന്താ ഞാൻ വിചാരിച്ചത്? ഒരു 68, 72. നമ്മളാ വരുന്നെങ്കിൽ ഒരു 71, 72. അവരാ വരുന്നെങ്കിൽ 75, 76. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. എണ്ണം തുടങ്ങി. ആദ്യം പോസ്റ്റലാണ്, നമ്മൾ ലീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ തന്നീച്ചിങ്ങനെ ഇരുന്ന് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. ലീഡിംഗ് ആണ്. പോസ്റ്റർ വന്നപ്പോ നമ്മൾ ലീഡാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നു. അവസാനം മറ്റതും എണ്ണിയല്ല എട്ടും അങ്ങ് ഒളിച്ചു പോയത്. ഏതാ തോൽവി? ഏത് ജാതി തോൽവിയാണ്? ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പരാജയം കേരളത്തിലുണ്ടായി. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാ അളിയ ഒരു കൈ? ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവർ അളിയന്റെ കൂടെ ഉണ്ടാവും. പരാജയത്തിന്റെ കാരണം ഞങ്ങൾ കേട്ടു ജനങ്ങളോട്. ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിനയത്തോടെ പരാജയം ഏറ്റുവാങ്ങി. പരാജയത്തിന്റെ കാരണങ്ങൾ ഞങ്ങൾ പഠിച്ചു. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. പരാജയത്തിന്റെ കാരണങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു, വിനയത്തോടെ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇനിയും ഇറങ്ങും. എന്റെ പൊന്നോ വേണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജോലിക്കാരനെ കാത്തിരിക്കുകയായിരുന്നു. നീയായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നു. അതിലെ ചില കാരണങ്ങൾ പാർട്ടി ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. സ്വയം വിമർശനം നടത്തി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരും തളിപ്പറമ്പിലും പാറി. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. കർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. അതിൽ ഞങ്ങളുടെ പല കോട്ടകൊത്തളങ്ങളും തകർന്നടിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട്, ഇതിനപ്പുറത്ത് ഒരു പാർട്ടി എന്ത് സ്വയം വിമർശനം നടത്തണം. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ.